റേഞ്ച് ഫുള്ളായിട്ട് കട്ടായി പോകുന്നു. അതെ, റേഞ്ച് ഫുള്ളായിട്ട് ബ്രേക്കായി പോകുന്നു. അതാണ് നിങ്ങൾക്ക് വോയിസും ബ്രേക്ക് ആവുന്നത്. ഈ ക്വസ്റ്റിനകത്ത് സെന്റർ ലൈൻ നമ്പർ ഓഫ് ജംഗ്ഷൻസ് എത്ര വരും എന്ന് പറഞ്ഞ എല്ലാവരും. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് നമ്പർ ഓഫ് ജംഗ്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെന്റർ ലൈൻ എത്ര വരും എന്ന് പറഞ്ഞേ. നമ്പർ ഓഫ് ജംഗ്ഷൻസ്, ഫസ്റ്റ് നമ്പർ ഓഫ് ജംഗ്ഷൻസ് എത്ര വരും എന്ന് പറയാ. അതിനുശേഷം സെന്റർ ലൈൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. ഇതിന് ബിൽഡിങ്ങിന്റെ അവിടെ പക്ഷെ വരാന്ത ഉണ്ടായില്ല എന്നേ ഉള്ളൂ. So calculate the number of junctions and center line length. പറഞ്ഞ കേട്ടോ എല്ലാവരും? നമ്പർ ഓഫ് ജംഗ്ഷൻസും സെന്റർ ലൈൻ ലെങ്തും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. സോ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് വാൾ തിക്നെസ്, രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൾസ് ഉണ്ട്. സെക്ഷൻ XX സെക്ഷൻ YY നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വരാന്തയിൽ നമുക്ക് വാൾ തിക്നെസ് എന്താണ്? 20 സെന്റിമീറ്റർ ആണ് വാൾ തിക്നെസ് ഉള്ളത്. പക്ഷേ റൂമിന്റെ വാൾ തിക്നെസ് 30 സെന്റിമീറ്റേഴ്സ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോ ഇപ്പൊ ഞാൻ വരച്ചിരിക്കുന്ന സെന്റർ ലൈൻ ഏതിന്റെയാണ്? 30 സെന്റിമീറ്റർ വാളിന്റെ സെന്റർ ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. ഈ 30 സെന്റിമീറ്റർ വാളിനകത്ത് എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞേ. 30 സെന്റിമീറ്റർ വാളിന്റെ സെന്റർ ലൈൻ മാത്രമേ ഞാനിപ്പം വരച്ചിട്ടുള്ളൂ. അതിനകത്ത് എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞേ. 30 സെന്റിമീറ്റർ വാളിൽ എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ്? ഒന്നും കൂടി നോക്കിക്കേ. നമ്പർ ഓഫ് ജംഗ്ഷൻസ് എന്ന് വെച്ചാൽ എന്താ? 3 വോള് എവിടെങ്കിലും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ജംഗ്ഷൻ. ഇപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്നതിനകത്ത് എവിടേക്കെയാ? ആകപ്പാട് 2 സ്ഥലങ്ങളിൽ മാത്രമേ 3 വോള് മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇതാണ്ടേ, ഇതൊരു ജംഗ്ഷൻ ആണ്, ഇത് അടുത്ത ജംഗ്ഷൻ ആണ്. അപ്പൊ ഈ ജംഗ്ഷന് ഞാൻ A എന്ന് പേര് കൊടുത്തു, ഈ ജംഗ്ഷന് ഞാൻ B എന്ന് പേര് കൊടുത്തു. ജംഗ്ഷൻ A ആൻഡ് ജംഗ്ഷൻ B. അപ്പോൾ ഈ ജംഗ്ഷൻ എവിടെ വരുള്ളൂ? മെയിൻ വോളിനകത്താണ് ഈ ജംഗ്ഷൻ വരുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് വരാന്തയുണ്ട്. അപ്പോൾ വരാന്തയുടെ സെന്റർ ലൈൻ ഞാൻ വരയ്ക്കാൻ പോവാണ്. വരാന്ത സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കാരണം വരാന്തയ്ക്ക് വോൾ തിക്നെസ് വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വരാന്തയുടെ വോൾ തിക്നെസ് വരുന്നുണ്ട്. വരാന്തയുടെ സെന്റർ ലൈൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. വരാന്തയ്ക്ക് വോൾ തിക്നെസ് വേരി ചെയ്യുന്നത് കൊണ്ട് വരാന്തയുടെ സെന്റർ ലൈൻ ലെങ്ത് സെപ്പറേറ്റ് ആയിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ വരാന്തയുടെ വാൾ തിക്നെസ് 30 സെന്റിമീറ്റർ എന്നാണ് ക്വസ്റ്റിന് തന്നിരുന്നതെങ്കിൽ നമുക്ക് ടോട്ടൽ ഒരുമിച്ച് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ വരാന്തയുടെ സെന്റർ ലൈൻ ഇനി വരാന്തയ്ക്ക് എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് വരും നോക്കിക്കേ. വരാന്തയിൽ എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് വരും?
2 number of junctions. The veranda wall main wall ആയിട്ട് മീറ്റ് ചെയ്ത ഈ ഒരു പോയിന്റ് നോക്കിക്കേ. ഇത് ഞാൻ സി എന്ന് കൊടുത്തു. ഈ സി പോയിന്റിൽ 3 വോള് മീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 2 വോള് 30 സെന്റിമീറ്ററും 1 വോള് 20 സെന്റിമീറ്ററും ആണെന്നേ ഉള്ളൂ. ഇനി അതേ കണക്ക് തന്നെ ഇവിടെ എന്തുണ്ട്? 3 വോള് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ജംഗ്ഷൻസ് 4 ജംഗ്ഷൻസ് ഉണ്ട്. പക്ഷേ എന്താണ് എ ബി എന്ന് പറഞ്ഞ ജംഗ്ഷൻ എവിടെ എടുക്കുള്ളൂ? മെയിൻ വോള് കാൽക്കുലേറ്റ് ചെയ്യും. മെയിൻ വോളിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ ബി എന്ന് പറഞ്ഞ 2 ജംഗ്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഈ വരാന്ത വോൾ എടുക്കുമ്പോൾ എന്താണ്? സി ഡി എന്ന് പറഞ്ഞ 2 ജംഗ്ഷൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് വരാന്ത വോളിന്റെ ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം: നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻ 30 സെന്റിമീറ്റർ വോൾ ഈസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻ മെയിൻ വോൾ ഈസ് ഈക്വൽ ടു 2. അപ്പൊ അതാണ് നമ്മൾ എഴുതുന്ന ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻ മെയിൻ വോൾ 30 മെയിൻ വോൾ ഈസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻ വരാന്ത വോൾ ഈസ് ഈക്വൽ ടു 2. അപ്പൊ അത്രയും കാര്യങ്ങൾ എഴുതുക. ഇനി എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടേ? സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഒബിയസ്ലി നമുക്ക് 2 ഡിഫറെന്റ് വോൾ തിക്നെസ് ഉള്ളത് കൊണ്ട് 30 സെന്റിമീറ്റർ വോളിന്റെ സെന്റർ ലൈൻ കണ്ടുപിടിക്കണം. അതിനുശേഷം 20 സെന്റിമീറ്റർ വോളിന്റെ സെന്റർ ലൈൻ കണ്ടുപിടിക്കണം. സെന്റർ ലൈൻ ലെങ്ത് ഓഫ് 30 സെന്റിമീറ്റർ വോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് പറഞ്ഞേ. ഒന്നുമില്ല, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും പ്രോബ്ലംസ് ചെയ്തില്ലേ? Center line length of 20 centimeter wall and center line length of 30 centimeter wall. ആദ്യം 30 centimeter wallന്റെ center line length ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറ. പെട്ടെന്നായിക്കോട്ടെ. Center line length of 30 centimeter wall. ചെയ്യാൻ പറ്റുമോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ടാണ്. 30 സെന്റിമീറ്റർ വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്തേ. 30 സെന്റിമീറ്റർ വോൾ ടോട്ടൽ 9.1 എന്ന് പറഞ്ഞത് ഒരു സൈഡാണ്. ഞാൻ ചോദിച്ചത് ആ 30 സെന്റിമീറ്റർ വോളിന്റെ ടോട്ടൽ സെന്റർ ലൈൻ 9.1 എന്നുള്ളത് കറക്റ്റ് ആണ്. 21.2 അല്ല. എനിക്ക് തോന്നുന്നു ഒരു വോള് മിസ്സായി പോയെന്ന് തോന്നുന്നു. ഞാൻ സെന്റർ ലൈൻ വരച്ചിട്ടേക്കുന്ന കാണിച്ചു തരാം. $28.1 അതാണ് ആൻസർ. 30 അല്ല, 28.1. 28.1 ആണ് 30 സെന്റിമീറ്റർ വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത്. അപ്പോൾ ഞാൻ അതെങ്ങനെ കിട്ടിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ നീളമുള്ള വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് ഇത് എത്ര വരും എന്ന് പറയാമോ? ഈ വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് ഇതെത്രയാണ്? 30 സെന്റിമീറ്റർ വോൾ ആണ്. അപ്പൊ അതിന്റെ ഹാഫ് ആണ് ദാണ്ടെ ഇവിടെ വരിക. അപ്പൊ എന്താണ്? 15 സെന്റിമീറ്റർ. 15 സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? 0.15. പിന്നെ ദാണ്ടെ ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റൂമിന്റെ ലെങ്ത് ആണ്. റൂമിന്റെ ലെങ്ത് എത്രയാണ്? 3 meters ആണ്. പിന്നെ ഇത്രയും പോർഷൻ സെന്റർ ലൈൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ വോൾ തിക്നെസ് 30 സെന്റിമീറ്റർ, 0.3.
വീണ്ടും ഈ ലൈൻ ഇവിടം വരെ വരുമ്പോൾ ആ റൂമിന്റെ ലെങ്ത് ആണ്. സോ റൂമിന്റെ ലെങ്ത് 4. ഇത് 4.3 അല്ല 4.5. വീണ്ടും വരുമ്പോൾ ഇതെന്താണ് 4. ഈ റൂമിന്റെ ലെങ്ത് 4, ഇതിന്റെ 4.5. ഈ ബ്രെഡ്ത്ത് എന്താണ്? ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ. ഇതാണ്ടേ നമുക്ക് ഈ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട് ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ. ഇവിടെ വീണ്ടും എന്താ വരുന്നത്? വോൾ തിക്നെസിന്റെ ഹാഫ് 0.15. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും എന്ന് പറഞ്ഞേ? 0.15 plus 4.5 plus 0.3 plus 4 plus 0.15. എത്ര വരും? 9.1. അപ്പോ ഇതൊരു 9.1 meters. ഓക്കെ, ഇനി 9.1. ഇത് എത്ര വരും? ഈ സെന്റർ ലൈൻ എത്ര വരും എന്ന് പറഞ്ഞേ? ഷോർട്ട് വാളിന്റെ സെന്റർ ലൈൻ, ഷോർട്ട് വാളിന്റെ സെന്റർ ലൈൻ കിട്ടാൻ നമുക്ക് ഇതാണ്ട് ഈ റൂമിന്റെ ബ്രെഡ്ത്ത് നോക്കിയാൽ മതി. 3 meters. പിന്നെ ഇവിടെ എന്താണ്? വോൾ തിക്നെസിന്റെ ഹാഫ്. വോൾ തിക്നെസിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 0.15 പ്ലസ് 3. പിന്നെ ഇവിടെ എന്താണ്? വോൾ തിക്നെസിന്റെ ഹാഫ് വരും. അപ്പോൾ 0.15. അപ്പൊ എത്രയാ വരിക? ഷോർട്ട് വാളിന്റെ സെന്റർ ലൈൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന പ്ലാനിന്റെ ഷോർട്ട് വാളിന്റെ സെന്റർ ലൈൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? 3.3 meters. 3.3 meters. അപ്പൊ നോക്കിയേ, ഈ 3.3 meter ലെങ്ത് വരുന്ന എത്ര നമ്പർ ഓഫ് വോൾ ഉണ്ട്? ഇതും 3.3 meters ആയിരിക്കും. ഈ വോളും 3.3 ആണ്, ഇതും 3.3 ആണ്. അപ്പൊ 3.3 into 3 പ്ലസ് 9.1 വരുന്ന എത്ര നമ്പർ ഓഫ് വോൾസ് ഉണ്ട്? 9.1. ഈ വോള് 9.1 ആണ്. ഇത് കണക്കിന് ഈ വോളിന്റെ ലെങ്ത് എന്താണ്? 9.1 ആണ്. അപ്പോൾ 3.3 into 3 plus 2 into 9.1. 2 into 9.1. എത്ര വരും ആൻസർ? 0.3 into 2 is 9.1. $28.1 ആണ് നമുക്ക് സെന്റർ ലൈൻ ലെങ്ത് ഓഫ് 30 സെന്റിമീറ്റർ വോള് കിട്ടുന്നത്. ഇനി അതേ കണക്ക് തന്നെ വെരാന്ത വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. വെരാന്ത വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത്. അപ്പൊ 30 സെന്റിമീറ്റർ വോളിന്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 12.4 അല്ല, ഒരു ചെറിയ വേരിയേഷൻ കൂടെ ഉണ്ട്. വോൾ തിക്നെസ് എടുത്തതിനകത്ത് മിസ്റ്റേക്ക് ആയിരിക്കും. ഒന്നുകൂടി നോക്കി, 12.4 അല്ല, അടുത്ത് വന്നു. വെരാന്ത വോളിനകത്ത് നമുക്ക് ആദ്യം ഇത് ഈ സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് വെരാന്ത വിഡ്ത്ത് 150 ഡയറക്ട്ലി പ്ലാനിൽ തന്നിട്ടുണ്ട്. വെരാന്ത വിഡ്ത്ത് 150. അപ്പോൾ ഈ 150യുടെ കൂടെ എന്ത് ചെയ്യണം? മുകളിലത്തെ വോൾ തിക്നെസ്സും 150 സെന്റിമീറ്റേഴ്സ് ആണ്, 1.5 മീറ്റർ. 1.5 meters. വെരാന്തയുടെ വിഡ്ത്ത് 1.5 meters. ഇനി അതിന്റെ കൂടെ നമുക്ക് ഇവിടുത്തെ വോൾ തിക്നെസിന്റെ ഹാഫ്. അവിടുത്തെ വോൾ തിക്നെസിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 0.15. 0.15. ഇനി ഇവിടുത്തെ വാൾ തിക്നെസിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര വരുള്ളൂ? വെരാന്തയുടെ വോൾ തിക്നെസ് 20 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടുത്തെ വോൾ തിക്നെസിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 20യുടെ പകുതി എത്രയാണ്? 10 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ 0.1 meters. അപ്പോൾ ഈ ഒരു ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരുന്നത്?
0.15 plus 1.5 meters width plus 0.1 എത്ര വരും? One point seven five meters. അപ്പോൾ 1.75 meters ഉള്ള രണ്ട് വോൾ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്? ഈ ഒരു സെന്റർ ലൈൻ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ലെങ്ത് എത്ര വരും എന്ന് പറഞ്ഞേ? ആ ലോങ്സ്റ്റ് പോർഷൻ, വരാന്തയുടെ ലോങ്സ്റ്റ് പോർഷൻ. ആ ലെങ്ത് എത്ര വരും? 9 അല്ല, നോക്കിക്കേ. നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻ എന്ന് പറഞ്ഞേ. ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻ ഇവിടെ എന്ത് വരും? ഇവിടെ 30 സെന്റിമീറ്റേഴ്സ് വരും. ഇവിടെ 30 സെന്റിമീറ്റേഴ്സ് 0.3 കാണാൻ പറ്റുന്നില്ല. ഇവിടെ 0.3. ഇത് റൂമിന്റെ ലെങ്ത് 4.5. ഇവിടെ എന്താ വരിക? വീണ്ടും 0.3. ഈ ലെങ്തില് 4 meters. ഇവിടുത്തെ വോൾ തിക്നെസ് 0.3. അപ്പൊ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും വരിക? ഔട്ടർ ടു ഔട്ടർ ലെങ്ത് 0.3 plus 4.5 plus 0.3 plus 4 plus 0.3 എത്ര വരും? 9.4 meters. ആ 9.4 നമുക്ക് എന്താണ്? 9.4 എന്നുള്ളത് ഔട്ടർ ടു ഔട്ടർ ലെങ്ത് ആണ്. നമുക്ക് വരാന്തയുടെ വോൾ തിക്നെസ് എത്രയാ ഉള്ളത്? 20 സെന്റിമീറ്റേഴ്സ് ആണ്. 20 സെന്റിമീറ്റേഴ്സ് ആണ് വരാന്തയുടെ വോൾ തിക്നെസ്. അപ്പൊ ഇവിടെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 10 സെന്റിമീറ്റർ സബ്സ്ട്രാക്ട് ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യുക? സെന്റർ ലൈൻ കിട്ടാനായിട്ട് 10 സെന്റിമീറ്റർ സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ 9.4 എന്നുള്ള ഔട്ടർ ടു ഔട്ടർ ലെങ്തിൽ നിന്ന് നമ്മൾ ദാണ്ടേ ഈ ഒരു പോർഷനിൽ എന്ത് ചെയ്യുക? 10 സെന്റിമീറ്റർ സബ്സ്ട്രാക്ട് ചെയ്യുക. ബിക്കോസ് എന്താണ്? വോൾ തിക്നെസ് 20 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പൊ 9.4 മൈനസ് 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.1 മൈനസ് ഇവിടെ എന്ത് ചെയ്യുക? ഔട്ടർ ലെങ്തിൽ നിന്ന് 10 സെന്റിമീറ്റർ സബ്സ്ട്രാക്ട് ചെയ്യുക. മൈനസ് 0.1. അപ്പൊ എത്ര കിട്ടും? 9.2 meters. അപ്പൊ 9.2 meters ആണ് വരാന്തയുടെ ലോങ്സ്റ്റ് വോളിന്റെ നീളം എന്ന് പറയുന്നത്. വരാന്തയുടെ ലോങ്സ്റ്റ് വോൾ. അപ്പൊ ടോട്ടൽ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് വരാന്ത വോൾ എന്ന് പറയുമ്പോൾ എത്ര വരും? ലെങ്ത് is center line length is equal to 9.2 പ്ലസ് നമുക്ക് രണ്ട് ഷോർട്ട് വോൾ ഉണ്ടായിരുന്നത്. അപ്പൊ 2 into 1.75 നീളമുള്ള രണ്ട് വോൾ ഉണ്ടായിരുന്നു. അപ്പോ ഇനി പറഞ്ഞേ എത്ര വരും സെന്റർ ലൈൻ ലെങ്ത്? ഇപ്പോഴാരാ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നേ? നിങ്ങളോട് ക്ലാസ് ടൈമിലാണോ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത്? $12.7 meters. 12.7 meters. അപ്പൊ നമ്മൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ കണ്ടു, അതായത് സെന്റർ ലൈൻ ലെങ്ത് ഓഫ് 30 സെന്റിമീറ്റർ വോൾ കണ്ടുപിടിച്ചു. സെന്റർ ലൈൻ ലെങ്ത് ഓഫ് വരാന്ത വോൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിനൊക്കെ നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻ മെയിൻ വോൾ, നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻ വരാന്ത വോൾ. ഇത്രയും ചെയ്യുന്ന കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം തെറ്റിപ്പോവും.
അപ്പൊ അത് ഓർത്തിരിക്കണം കേട്ടോ. ഈ ഇത്രയും സ്റ്റെപ്പിനകത്ത് ഒരു കാരണവശാലും ഒരു മിസ്റ്റേക്സും വരുത്താൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള ആൻസേഴ്സിനകത്തെല്ലാം അത് മിസ്റ്റേക്സ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റിനകത്ത് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പോൾ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഫൗണ്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ആദ്യം 30 സെന്റിമീറ്റർ വോളിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ 20 സെന്റിമീറ്റർ വോളിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആദ്യം മെയിൻ വോൾ കണ്ടുപിടിക്കണം, സെക്കൻഡ് വരാന്ത വോൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നോക്കിയിട്ട് നിങ്ങൾ വാല്യൂസ് പറഞ്ഞ് ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും പറഞ്ഞ് ആദ്യം നമുക്ക് 30 സെന്റിമീറ്റർ വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് അല്ല 30 സെന്റിമീറ്റർ വോളിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും പറഞ്ഞ് എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷന്റെ 30 സെന്റിമീറ്റർ വോൾ എന്ന് പറയുമ്പോൾ സെക്ഷൻ YY ആണ്. സെക്ഷൻ YY ഇതാണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നു. ഈ സെക്ഷൻ XX എന്ന് പറയുന്നത് വരാന്തയുടെയാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് മെയിൻ വോളിന്റെ ആണ്. ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റി എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി പറഞ്ഞേ, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും പറഞ്ഞേ. ആദ്യം ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറഞ്ഞേ, എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷന്റെ. ആ 90/9. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രൗണ്ട് ലെവലിന് താഴെ കാണുന്ന ഏറ്റവും വലിയ ബ്രെഡ്ത്ത് ആണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് ആയിട്ട് എടുക്കുന്നത്, 90 സെന്റിമീറ്റർ. എർത്ത് വർക്ക് എക്സ്കവേഷൻ പറയുമ്പോൾ എന്താണ്? ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഹൈറ്റ് 90/90. ഇനി ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്കവേഷന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ ഈ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കുന്നത് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ എടുക്കണം? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് മെയിൻ വോൾ. അത് എത്രയാ കിട്ടിയത്? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് മെയിൻ വോൾ എത്രയായിരുന്നു കിട്ടിയത്? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് മെയിൻ വോൾ 28.1. ആ 28.1 അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുക്കുവാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? സെന്റർ ലൈൻ ലെങ്ത് അതേ കണക്ക് നമുക്ക് എടുക്കാമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. ബിക്കോസ് എന്താണ്? നമുക്ക് രണ്ട് ജംഗ്ഷൻസ് മെയിൻ വോളിൽ മാത്രം വരുന്നുണ്ട്. നോക്കിക്കേ, ടോട്ടൽ എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് വരുന്നുണ്ട്? ടോട്ടൽ 4 ജംഗ്ഷൻസ് വരുന്നുണ്ട്. ആ 4 ജംഗ്ഷനകത്ത് 2 ജംഗ്ഷൻസ് എവിടെ മാത്രമായിട്ട് വരുന്നുണ്ട്? മെയിൻ വോളിൽ മാത്രമായിട്ട് 2 നമ്പർ ഓഫ് ജംഗ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 4 ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ABCD ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ഇവിടെ നമുക്ക് A എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും, ഇവിടെ നമുക്ക് B എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും. ബിക്കോസ് ഈ 2 റൂമിനെ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന വോള് എന്നും ബിന്നും 2 ജംഗ്ഷൻസ് വരുന്നുണ്ട്. ആ 2 റൂമിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വോൾ, ഒരു പാർട്ടീഷൻ വോൾ വരുന്നുണ്ട്. അപ്പോ അതിന്റെ നമ്പർ ഓഫ് ജംഗ്ഷൻസ്, ആ 2 ജംഗ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മെയിൻ വോളിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ എടുക്കണം. 4 ജംഗ്ഷൻസ്, ടോട്ടൽ 4 ജംഗ്ഷൻസ് ഉണ്ട് നമുക്ക്. അതാണ്ട് ഈ വരാന്ത വോൾ വന്ന് മീറ്റ് ചെയ്യുന്ന 2 ജംഗ്ഷനും ഉണ്ട്. പക്ഷെ അത് വരാന്ത വോളിനകത്ത് മാത്രമേ എടുക്കുള്ളൂ.
ഇപ്പോൾ ഈ എന്നും ബിന്നും പറഞ്ഞു വരുന്ന രണ്ട് ജംഗ്ഷൻസ്, അത് മെയിൻ വോളിൽ മാത്രമാണ് ആ ജംഗ്ഷൻസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മെയിൻ വോളിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എന്നും ബിന്നും പറഞ്ഞ രണ്ട് ജംഗ്ഷൻ എല്ലായിടത്തും കൺസിഡർ ചെയ്യണം. അപ്പോ ലെങ്ത് ഓഫ് മെയിൻ വോൾ എന്തായിരിക്കും വരിക? ലെങ്ത് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷൻ പറയുമ്പോൾ എന്തെടുക്കണം? സെന്റർ ലൈൻ ലെങ്ത് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻസ്. എത്ര നമ്പർ ഓഫ് ജംഗ്ഷൻസ് ആ കൺസിഡർ ചെയ്യേണ്ടത്? എന്നും ബിന്നുള്ള രണ്ട് ജംഗ്ഷൻ കൺസിഡർ ചെയ്യണം. എന്നും ബിന്നുള്ള രണ്ട് ജംഗ്ഷൻസ്. അപ്പൊ 2 into b/2 ബ്രെഡ്ത്ത് ഓഫ് എക്സ്കവേഷൻ. നമ്മൾ എടുക്കേണ്ട ബ്രെഡ്ത്ത് എത്രയാണ്? 0.9 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഈസ് ഈക്വൽ ടു എത്ര വരും? 28.1 minus 2 into 0.9/2. അപ്പം 0.9 ചെയ്താൽ മതി. 27. അപ്പൊ 27 പോയിന്റ് ആണ് എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ലെങ്ത്. ബ്രെഡ്ത്ത് 90, ഹൈറ്റ് 90. അപ്പൊ ഈ രണ്ട് 90 എന്ന് വെച്ചാൽ എന്താണ്? സെന്റിമീറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ മീറ്റേഴ്സിലാക്കുമ്പോൾ 0.9. ആൻസർ എന്ത് വരും? 27.2 into 0.9 into 0.9. ആൻസർ എന്തെന്ന് പറഞ്ഞേ? ആൻസർ എന്ത് വരും? 27.2 ലെങ്ത്, ബ്രെഡ്ത്ത് 0.9, ഹൈറ്റ് 0.9. 27.2 into 0.9 into 0.9. 22.03 meter cube. അപ്പൊ 22.03 meter cube ആണ് 30 centimeter വോളിന്റെ ക്വാണ്ടിറ്റി. എല്ലാവർക്കും മനസ്സിലായോ? വെന്താ വോളെ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ വരാൻ സെക്ഷനാണ് നമ്മൾ XX എന്ന് കൊടുത്തിരിക്കുന്നത്. ആദ്യം ബ്രെഡ്ത്തും ഡെപ്തും പറഞ്ഞേ, അല്ലെങ്കിൽ ബ്രെഡ്ത്തും ഹൈറ്റും. വരാന്ത വോളിന്റെ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്തും ഹൈറ്റും. So 30 centimeter വോളിന് ആൻസർ 22.03 meter cube എന്നാണ് കിട്ടുന്നത്. അപ്പോ വരാന്ത വോളിന്റെ ബ്രെഡ്ത്തും ഡെപ്തും എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ദാണ്ടെ 70 centimeters, ഹൈറ്റ് നമുക്ക് ദാണ്ടെ 90 centimeters. ബ്രെഡ്ത്ത് 70, ഹൈറ്റ് 90 centimeters. ഇനി എന്ത് വേണം? ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലെങ്ത് ഓഫ് എത്രയാണ്? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് വരാന്ത വോൾ (12.7). Center line length of veranda wall 12.7. ഇനി 12.7 നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുക്കത്തില്ലല്ലോ. 12.7 എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം? 12.7 മൈനസ് ഈ വരാന്ത വോളിനകത്ത് നമ്മൾ എടുക്കേണ്ട ജംഗ്ഷൻസ് ഏതൊക്കെയാണ്? വരാന്ത വോള് മെയിൻ വോളുമായിട്ട് മീറ്റ് ചെയ്യുന്ന ജംഗ്ഷൻ. അപ്പൊ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ജംഗ്ഷൻ സി, ജംഗ്ഷൻ സി ആൻഡ് ജംഗ്ഷൻ ഡി. അപ്പൊ എന്താണ് 12.7 മൈനസ്
number of junctions. Number of junction എന്തായിരുന്നു 2 into b by 2. നമ്മൾ എടുക്കേണ്ട ബ്രെഡ്ത്ത് ഏതാണ് എടുക്കേണ്ടത്? എടുക്കേണ്ട ബ്രെഡ്ത്ത് 0.9. എന്താണ് ഈ വെരാന്ത വോളിന് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ വോളിന്റെ ബ്രെഡ്ത്ത് എത്രയാണോ അതാണ് നമ്മൾ ഡിഡക്ട് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. അപ്പോ 12.7 മൈനസ് 2 into 2 എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻറ്റു ബി. ബി എന്ന് വെച്ചാൽ 0.9 ആണ് എടുക്കേണ്ടത്. ബിക്കോസ് 0.9 ആണ് വെരാന്ത വോളിന് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ വോളിൽ വരുന്ന ബ്രെഡ്. അപ്പൊ അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ 2 into 0.9 ഡിവൈഡഡ് ബൈ 2 എത്ര വരും ലെങ്ത്? 12.7 minus 0.9. Breadth 11.8 meters. 11.8 meters. അപ്പോൾ 11.8 meters length, breadth എത്രയാണ് 70, height 90. എത്ര വരും ക്വാണ്ടിറ്റി? 11.8 into 0.7 into 0.9. എത്ര വരും ക്വാണ്ടിറ്റി? ഈ നമ്മൾ ഈ ഡിഡക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോ ബി ടൈപ്പ് നമ്മൾ പ്രൊസീജിയർ പറഞ്ഞ പഠിച്ചിരുന്നു. ഇപ്പൊ എ ടൈപ്പും ബി ടൈപ്പ് വോൾ, അപ്പൊ രണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോൾ തിക്നെസ് ഉള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അവിടെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സെന്റർ ലൈൻ ലെങ്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ എടുക്കുന്ന ബ്രെഡ്ത്ത് നമ്മൾ ഏത് ഐറ്റം ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ വോളിൽ വരുന്ന ബ്രെഡ്ത്ത് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അത് ഓർത്തിരുന്നോണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരുന്നു? 7.43 എന്നാണ് കിട്ടിയത്. 30 സെന്റിമീറ്റർ വോളിന്റെ ക്വാണ്ടിറ്റി 22. 20 centimeter wall quantity 7.43. So total quantity 29.46 meter. 29.46 meter cube. Okay, ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? Okay. നമുക്ക് second question. First class brickwork in cement mortar 1:6 in superstructure. First class brickwork in superstructure 1:6 cement mortar for structures. About quantity ഫസ്റ്റ് എന്താണ്? ആദ്യം 30 സെന്റിമീറ്റർ വോൾ കൺസിഡർ. അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. തേർഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ ആണ്. അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ 30 സെന്റിമീറ്റർ വോൾ ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, sir. Okay. അപ്പോൾ 30 സെന്റിമീറ്റർ വോൾ, 30 സെന്റിമീറ്റർ വോളിന്റെ ക്വാണ്ടിറ്റി. അപ്പോൾ അതിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എന്തായിരിക്കും വരിക? 30 സെന്റിമീറ്റർ വോളിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. സോ പറഞ്ഞു, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. ലെങ്ത് 27.8,
ബ്രെഡ്ത്ത് 0.3, ഹൈറ്റ് എത്രയായിരുന്നു പറഞ്ഞേ? ഹൈറ്റ് 3.2. ഈ 27.8 എങ്ങനെ കിട്ടിയെന്ന് കൂടി പറഞ്ഞേ. $27.8. സോ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്താ എടുക്കുന്നത്? 30 സെന്റിമീറ്റർ വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത്. 30 സെന്റിമീറ്റർ വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് എത്രയായിരുന്നു? 28.10 ആണ് സെന്റർ ലൈൻ ലെങ്ത്. മൈനസ് എന്ത് ചെയ്തു? 28.10 മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻസ്. 30 സെന്റിമീറ്റർ വോള് നമ്പർ ഓഫ് ജംഗ്ഷൻസ് എത്രയാണ്? 2 ആണ്. 2 into b divided by 2. ബിയുടെ വാല്യൂ എത്രയാണ് എടുക്കേണ്ടത്? സോ ബ്രെഡ്ത്ത് നമ്മൾ എടുക്കുന്നത് എന്താണ്? സൂപ്പർ സ്ട്രക്ചർ വോൾ ആണ്. വോളിന്റെ ബ്രെഡ്ത്ത് എത്രയായിരുന്നു? 30 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ 0.3 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര വന്നു? 28.10 മൈനസ് 2 into 0.3 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 27.8 meters. 27.8 meters. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 30 സെന്റിമീറ്റർ ബ്രെഡ്ത്ത്. ഹൈറ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. 3.2 meters അല്ലെങ്കിൽ 320 centimeters തന്നിട്ടുണ്ട്. അപ്പൊ മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 27.8 into 3.2 into 0.3. എത്ര വരും ക്വാണ്ടിറ്റി? 26.69 meter cube. 26.69 meter cube. ഓക്കെ. ഇനി 20 സെന്റിമീറ്റർ വോൾ അല്ലെങ്കിൽ വെരാന്ത വോളിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞേ. വെരാന്ത വോളിന്റെ ക്വാണ്ടിറ്റി. വെരാന്ത വോളിന്റെ ലെങ്ത് പറഞ്ഞേ ഫസ്റ്റ് ഓഫ് ഓൾ. വെരാന്ത വോളിന്റെ ലെങ്ത് length is equal to 12.4. 12.4 എങ്ങനെ കിട്ടിയത്? 12.4 ആണ് ആൻസർ. സെന്റർ ലൈൻ ലെങ്ത് ഓഫ് വെരാന്ത വോൾ എത്രയായിരുന്നു? 12.7 ആയിരുന്നു സെന്റർ ലൈൻ ലെങ്ത് ഓഫ് വെരാന്ത വോൾ. ഇനി അതുമായിട്ട് എന്ത് ചെയ്യണം? മൈനസ് വെരാന്ത വോൾ എടുക്കുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ജംഗ്ഷൻസ് എത്രയാണ് എടുക്കേണ്ടത്? 2 നമ്പർ ഓഫ് ജംഗ്ഷൻസ്. വെരാന്ത വോൾ മെയിൻ വോളുമായിട്ട് മീറ്റ് ചെയ്യുന്ന 2 ജംഗ്ഷൻസ് ആണുള്ളത്. അപ്പൊ 2 നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഇൻറ്റു ബി ബ്രെഡ്ത്ത് എത്ര എടുക്കണം? അതായിരിക്കും തെറ്റിപ്പോയത്. ബ്രെഡ്ത്ത് എന്താ എടുക്കേണ്ടത്? 0.3 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ബിക്കോസ് എന്താണ്? മെയിൻ വോളിന് വെരാന്ത വോളിന് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ വോളിൽ വരുന്ന ബ്രെഡ്ത്ത് എന്താണ്? 0.3 ആണ്. 0.3 ഡിവൈഡഡ് ബൈ 2 is equal to എത്ര വന്നു? 12.4 meters. സോ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. നമുക്ക് ഈ ഒരു പോർഷൻ നോക്കി, ഈ ഒരു പോർഷൻ നോക്കിക്കേ. ഇവിടെ എന്താണ്? മെയിൻ വോളില് വെരാന്ത വോൾ വന്ന് മീറ്റ് ചെയ്യാണ്. അതായത് 20 സെന്റിമീറ്റർ വോൾ വന്ന് 30 സെന്റിമീറ്റർ വോളിൽ മീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ ഡിഡക്ഷൻ എടുക്കുന്നത്, അതായത് ഈ മെയിൻ വോളിന്റെ ബ്രെഡ്ത്ത് ആണ് ഡിഡക്ട് ചെയ്യാൻ എടുക്കുന്നത്. എല്ലായിടത്തും ആ ഡിഡക്ഷൻ അങ്ങനെ ആയിരിക്കും. ഇവിടെ കണ്ടോ? മെയിൻ വോൾ വന്ന് വെരാന്ത വോൾ വന്ന് മീറ്റ് ചെയ്യാണ്. അപ്പോ എന്താണ്? നമ്മൾ ഡിഡക്ഷൻ എടുക്കുന്ന ബ്രെഡ്ത്ത് മെയിൻ വോളിന്റെ ബ്രെഡ്ത്ത് ആണ്. അതേ കണക്കാണ് നേരത്തെ നമ്മൾ എക്സ്കവേഷനും പറഞ്ഞത്. എക്സ്കവേഷനും അതേ കണക്ക് എന്താണ്? ഇതിന്റെ ഫൗണ്ടേഷൻ എന്താണ്? ഫൗണ്ടേഷനും മെയിൻ വോളിന്റെയും വെരാന്ത വോളിന്റെയും തമ്മിൽ മീറ്റ് ചെയ്യും. അപ്പൊ ഡിഡക്ഷൻ എടുക്കേണ്ട ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ആ മെയിൻ വോളിന്റെ ബ്രെഡ്ത്ത് ആയിരിക്കും ഡിഡക്ട് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഇത് എക്സാമിന് എല്ലാവരും തെറ്റിക്കുന്നതാണ്. അത് ഓർത്തിരിക്കുക. നമ്മൾ ആ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡിഡക്ട് ചെയ്യാൻ എടുക്കുന്ന ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് മെയിൻ വോളിന്റെ ബ്രെഡ്ത്ത് ആയിരിക്കണം. നമ്മൾ ഏത് ഐറ്റം ആണോ കൺസിഡർ ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെയിൻ വോളിൽ വരുന്ന ബ്രെഡ്ത്ത് ആയിരിക്കണം എടുക്കേണ്ടത്. ഇനി ഹൈറ്റ് എത്ര വരുമെന്ന് പറഞ്ഞേ. ഹൈറ്റ് ബ്രെഡ്ത്ത് നമുക്ക് 20 സെന്റിമീറ്റർ, ലെങ്ത് കിട്ടി 12.4, ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റേഴ്സ് ആണ്. ഇനി ഹൈറ്റ് എത്ര വരുമെന്ന് പറഞ്ഞേ. ഹൈറ്റ് ഓഫ് വെരാന്ത വോൾ
3.2 ഫുള്ളും വരാന്തയില് വോൾ ഇല്ല. ആ പ്ലാൻ ഒന്ന് നോക്കിക്കേ. നമുക്ക് ബ്രിക്ക് പില്ലേഴ്സ് 5 നമ്പർ ഓഫ് ബ്രിക്ക് പില്ലേഴ്സ് ഉണ്ട് 20 by 20 സെന്റിമീറ്ററിൽ. ആ ബ്രിക്ക് പില്ലർ ആണ് നമുക്ക് ദാണ്ടെ ഇത്രയും പോർഷനിൽ പില്ലേഴ്സ് 240 സെന്റിമീറ്റർ ഹൈറ്റിൽ വരെ പില്ലേഴ്സ് ആണുള്ളത്. അതിന് മുകളിൽ ലിന്റൽ ഉണ്ട്. അതിന് മുകളിൽ മാത്രമേ എന്തുള്ളൂ? വോൾ ഉള്ളൂ. ദാണ്ടെ ഇത്രയും പോർഷനിൽ മാത്രമേ വരാന്തയിൽ വോൾ ഉള്ളൂ. ദാണ്ടെ ബാക്കി എന്താണ്? 240 ഹൈറ്റിലും പില്ലേഴ്സ് ആണുള്ളത്. ഇനി പറഞ്ഞേ വരാന്ത വോളിന്റെ ഹൈറ്റ് എത്ര വരും? എത്ര വന്നു വരാന്ത വോളിന്റെ ഹൈറ്റ്? നമുക്ക് ആ സൺഷെയ്ഡിന്റെ മുകളിൽ മാത്രമേ, ലിന്റലിന്റെ മുകളിൽ മാത്രമേ എന്തുള്ളൂ? വോൾ ഉള്ളൂ. അപ്പൊ വരാന്ത വോളിന്റെ ഹൈറ്റ് എത്ര വരും? 0.8 അല്ലല്ലോ. ടോട്ടൽ ഹൈറ്റ് 320 ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. ടോട്ടൽ ഹൈറ്റ് 320. ആ 320 നമുക്ക് എന്താണ്? ആ പില്ലേഴ്സിന്റെ ഹൈറ്റ് സബ്സ്ട്രാക്ട് ചെയ്യുക 240. പില്ലേഴ്സിന്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്? പില്ലേഴ്സിന്റെ മുകളിൽ നമുക്ക് ലിന്റൽ ഉണ്ട്. ലിന്റൽ 15 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് വോൾ കിട്ടും. 320 - 240 - 15 എത്ര വന്നു? 0.65. അപ്പൊ 0.65 ആണ് ഹൈറ്റ്. 2.4 ഹൈറ്റ് 0.65 ബ്രെഡ്ത്ത് 0.2. ബ്രെഡ്ത്ത് 0.2 എത്ര വരും ആൻസർ? ക്വാണ്ടിറ്റി 12.4 × 0.2 × 0.65. (12.4 × 0.4 × 0.65) 3.22. 3.22 ഒന്നുകൂടി നോക്കിക്കേ. (1.61) അല്ലേ കിട്ടുന്ന ആൻസർ? (12.4 × 0.2 × 0.65) 1.61. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? 2 ഡിജിറ്റ്സ് വെച്ച് റൗണ്ട് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ എസ്റ്റിമേഷനകത്ത് നമ്മൾ എപ്പോഴും മെഷർമെന്റ് ഫോമിനകത്ത് എപ്പോഴും നിയറസ്റ്റ് ടു 2 ഡെസിമൽ പ്ലേസ് ക്വാണ്ടിറ്റീസ് എപ്പോഴും 2 ഡിജിറ്റ്സിലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത് വെക്കണം. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. നമുക്ക് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് സൂപ്പർ സ്ട്രക്ചർ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് എന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമുക്ക് വെരാന്തയില് ബ്രിക്ക് പില്ലേഴ്സ് ഉണ്ട്. 5 നമ്പർ ഓഫ് ബ്രിക്ക് പില്ലേഴ്സ്. ആ ബ്രിക്ക് പില്ലേഴ്സിന്റെ ഡയമെൻഷൻ റെക്ടാങ്കുലർ ഷേപ്പ് ആണ് 20 by 20. 20 by 20. അതിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 240. 5 നമ്പർ ഓഫ് ബ്രിക്ക് പില്ലേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. നമ്പേഴ്സിന്റെ കോളത്തിൽ 5, ലെങ്തും ബ്രെഡ്ത്തും 20 കൊടുക്കാം, ഹൈറ്റ് 2.40. അപ്പൊ ബ്രിക്ക് പില്ലേഴ്സിന്റെ ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ചില ക്വസ്റ്റ്യനകത്ത് നമുക്ക് ബ്രിക്ക് പില്ലേഴ്സ് ആയിരിക്കും, ചില ക്വസ്റ്റ്യനകത്ത് കോൺക്രീറ്റ് പില്ലേഴ്സ് ആയിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യനകത്ത് നോക്കി മിക്കപ്പോഴും ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നതെല്ലാം കോൺക്രീറ്റ് പില്ലേഴ്സ് ആണ് വരാറ്.
ബ്രിക്ക് പില്ലേഴ്സ് ഇപ്പൊ റയർ ആയിട്ട് അങ്ങനെ കാണാറുള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നോക്കണം. പില്ലേഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ അത് കോൺക്രീറ്റ് പില്ലർ ആയിരിക്കും. ബ്രിക്ക് പില്ലേഴ്സ് ഒന്ന് സ്പെസിഫിക് ആയിട്ട് കിടക്കുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, സൂപ്പർ സ്ട്രക്ചറിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത്, അല്ലെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ആ ബ്രിക്കിന്റെ ക്വാണ്ടിറ്റിയും കൂടി കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബ്രിക്സ്, ബ്രിക്കിന്റെ സൈസ് 20 meter by 20 meter. സോ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 5 നമ്പേഴ്സ് 20 centimeter by 20 centimeter, 2.4 ആണ് ഹൈറ്റ്. അപ്പൊ ക്വാണ്ടിറ്റി കിട്ടുന്നത് 5 into 0.2 into 0.2 into 2.4 is equal to 0.48 meter cube. 0.48 meter cube. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ 30 centimeter wallന്റെ ക്വാണ്ടിറ്റി, 20 centimeter wallന്റെ ക്വാണ്ടിറ്റി. ഇനി സൂപ്പർ സ്ട്രക്ചറിൽ നമ്മൾ കുറച്ച് ഡിഡക്ഷൻസ് ചെയ്യുമല്ലോ, ആ ഡിഡക്ഷൻസ് ആണ് ഇനി ചെയ്യേണ്ടത്. ഏതൊക്കെ നമ്മൾ ഡിഡക്ട് ചെയ്യും? ഇതിനകത്ത് എന്തൊക്കെ ഡിഡക്ട് ചെയ്യണം? നമുക്ക് തന്നിരിക്കുന്ന പ്ലാനിൽ എന്തൊക്കെ ഡിഡക്ട് ചെയ്യണം? സൂപ്പർ സ്ട്രക്ചറിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഡോസ് ആൻഡ് വിൻഡോസ്. ഇവിടെ എത്ര നമ്പർ ഓഫ് ഡോസും എത്ര നമ്പർ ഓഫ് വിൻഡോസും തന്നിട്ടുണ്ട്? എത്ര നമ്പർ ഓഫ് ഡോസ് ആൻഡ് എത്ര നമ്പർ ഓഫ് വിൻഡോസ്? Three doors and 6 number of windows. 3 doors and 6 number of windows. ഇവിടെ ബ്രെഡ്ത്ത് എത്ര എടുക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞു തന്നത് സൂപ്പർ സ്ട്രക്ചറിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് ഡോറിന്റെയും വിൻഡോയുടെയും ഡിഡക്ഷൻസ് എടുക്കണം. അപ്പൊ നമ്മൾ ബ്രെഡ്ത്ത് എത്ര എടുക്കണം? നമ്മൾ എടുക്കേണ്ടത് ആ ഓപ്പണിങ്ങിന്റെ ബ്രെഡ്ത്ത് ആണ് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് നമ്മൾ ഏത് ഐറ്റം ആണോ കൺസിഡർ ചെയ്യേണ്ടത് ആ ഓപ്പണിങ്. അപ്പൊ ബ്രെഡ്ത്ത് എന്താണ്? നമുക്ക് ഡോറിന്റെയും വിൻഡോയും വരുന്ന പോർഷന്റെ ബ്രെഡ്ത്ത്, അതായത് 0.3 വോൾ തിക്നെസ് ആണ് ബ്രെഡ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഡയമെൻഷൻ എത്രയാണെന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു. വിൻഡോയുടെ ഡയമെൻഷൻ 150 by 150യും ഡോറിന്റെ ഡയമെൻഷൻ 120 by 210. അപ്പൊ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So deductions, door 3 number of doors, 1.2 by 2.1, breadth 0.3. ഇനി വിൻഡോ എന്താണ്? 6 number of windows, 1.5ഉം 1.5ഉം breadth 0.3. അപ്പൊ എന്ത് വന്നു? ഡോർ 3 into 1.2 into 0.3 into 2.1 ചെയ്തപ്പോൾ 2.27, വിൻഡോ 6 into 1.5 into 0.3 into 1.5 ചെയ്തപ്പോൾ 4.05. ഇനി നമുക്ക് നെക്സ്റ്റ് ലിന്റൽ ഡിഡക്ട് ചെയ്യണം. നമുക്ക് എന്തുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്താണ് ലിന്റലിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ ഓരോ ഡോറിന്റെയും ഓരോ വിൻഡോയുടെയും മുകളിലുള്ള ലിന്റലിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ തന്നതിനകത്ത് വ്യത്യാസം ഓൾറൗണ്ട് കൊടുക്കാൻ പറ്റുന്ന ഓരോ ഡോറിന്റെ ലിന്റൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നേക്കുന്നത് ഡോറിനും വിൻഡോയ്ക്കും അല്ല ഡോർ എല്ലാം 210 സെന്റിമീറ്റർ 2.16 മീറ്റർ ഹൈറ്റിലാണ് എല്ലാ ഡോറും നമുക്ക്. ഈ കേസിൽ നമുക്ക് ഓൾറൗണ്ട് ലിന്റൽ കൊടുക്കാം. അപ്പോൾ ലിന്റൽ ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കണമെന്നൊന്നും നമ്മുടെ ക്വസ്റ്റിനിൽ പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ മാത്രം ഓരോ ഡോറിന്റെയും വിൻഡോയുടെയും മുകളിൽ ലിന്റൽ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയൊന്നും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാ ഡോറിന്റെയും ഹൈറ്റ് ഒരേ കണക്കാണ്. അതുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റിനകത്ത് എന്താണ് ഓൾറൗണ്ട് ലിന്റൽ, അപ്പോ ഈ തന്നിരിക്കുന്ന ഇവിടെ ഈ സൂപ്പർ സ്ട്രക്ചർ ഓപ്പണിംഗ് ഡോറിന്റെയും വിൻഡോയുടെ ഓപ്പണിംഗ് മുകളിൽ ടോട്ടൽ ആയിട്ട് ലിന്റൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ എടുക്കുന്നത്, ഓൾറൗണ്ട് ലിന്റൽ. അപ്പോൾ ലിന്റലിന്റെ തിക്നെസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 15 സെന്റിമീറ്റർ ആണ് ലിന്റലിന്റെ തിക്നെസ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈറ്റ് തന്നിരിക്കുന്നത്.
ഈ ലിൻറ്റലിന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്താണ് 30 സെന്റിമീറ്റർ തന്നെയാണ്. ആ വോളിന്റെ അതേ ബ്രെഡ്ത്തിൽ തന്നെ ആയിരിക്കും ലിൻറ്റലിന്റെ ബ്രെഡ്ത്തും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ ലിൻറ്റലിന്റെ ഹൈറ്റ് 15 സെന്റിമീറ്റർ, ലിൻറ്റലിന്റെ ബ്രെഡ്ത്ത് 30 സെന്റിമീറ്റർ. ഇനി നമുക്ക് എന്ത് വേണം? ലിൻറ്റലിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ലിൻറ്റലിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ എടുക്കണ്ടേ? നമ്മളിപ്പോ 30 സെന്റിമീറ്റർ വോളിനകത്തൂടി പാസ് ചെയ്യുന്ന എന്താണ് ലിൻറ്റലാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ 30 സെന്റിമീറ്റർ വോളിനകത്തൂടി പാസ് ചെയ്യുന്ന ലിൻറ്റലിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് എടുക്കണം? ലിൻറ്റലിന്റെ സെന്റർ അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് അത് എത്രയായിരുന്നു? 28.10 മൈനസ് നമുക്ക് 30 സെന്റിമീറ്റർ വോളിൽ 2 നമ്പർ ഓഫ് ജംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ 2 into ഈ ബ്രെഡ്ത്ത് എത്ര എടുക്കും? ബ്രെഡ്ത്ത് എത്ര എടുക്കും? 2 into 0.3. 2 into 0.3 divided by 2. That is equal to എത്ര വരുന്നേ? Is equal to എത്ര വരും? 27.8 meters. അപ്പോൾ ലിൻറ്റലിന്റെ ലെങ്ത് 27.8, ലിൻറ്റലിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ. ലിൻറ്റൽ എന്താ ചെയ്യാ? ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ ലിൻറ്റലിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എടുത്തത് ക്ലിയർ ആയോ? ലിൻറ്റലിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എടുത്തത് ലിൻറ്റലിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും എടുത്തു. എന്നിട്ട് എന്താണ്? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചറിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 26.69 പ്ലസ് 1.61 പ്ലസ് 0.48 മൈനസ് 2.27 മൈനസ് 4.05 മൈനസ് 1.25. അതായത് നമ്മൾ ഡിഡക്ഷൻസ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി 21.21 മീറ്റർ ക്യൂബ്. 21.21 മീറ്റർ ക്യൂബ് ആണ് കിട്ടുന്ന ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ cement concrete excluding reinforcement and shuttering for roof and lintel. നമുക്ക് സിമെന്റ് കോൺക്രീറ്റ് കൊണ്ട് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. സിമെന്റ് കോൺക്രീറ്റ് 1:2:4 excluding reinforcement and shuttering for roof and lintel. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമെന്റ് കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമെന്റ് കോൺക്രീറ്റ് എവിടെയാ വരുന്നത്? നമ്മുടെ റൂഫിന്റെയും ലിൻറ്റലിന്റെയും സിമെന്റ് കോൺക്രീറ്റ്, റൂഫിന്റെയും ലിൻറ്റലിന്റെയും സിമെന്റ് കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയിട്ട് ലിൻറ്റലിന്റെ ക്വാണ്ടിറ്റി നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തു. ആ സെയിം വാല്യൂ തന്നെയാണ് ലിൻറ്റലിന്റെ ക്വാണ്ടിറ്റി. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റൂഫിന്റെ ക്വാണ്ടിറ്റി. അപ്പൊ ലിൻറ്റൽ നമ്മൾ ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത്. സെക്കൻഡ് സ്റ്റെപ്പിൽ സെക്കൻഡ് ഐറ്റത്തിൽ നമ്മൾ ലിൻറ്റൽ എന്ത് ചെയ്തു? ഡിഡക്ട് ചെയ്യാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്തു. ആ സെയിം സാധനമാണ് തേർഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താണ്? റൂഫിന്റെ സിമെന്റ് കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ഷട്ടറിങ്ങിന്റെ ക്വാണ്ടിറ്റീസോ അതേ കണക്ക് തന്നെ ഷട്ടറിങ്ങിന്റെ ക്വാണ്ടിറ്റീസോ അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി ഒന്നും കൺസിഡർ ചെയ്യേണ്ട. വെറുതെ അവിടുത്തെ കോൺക്രീറ്റ് എത്ര വരുമെന്ന് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ നോക്കിയിട്ട് റൂഫിന്റെ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞേ. റൂഫിന്റെ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി, റൂഫിന്റെ തിക്നെസ് ഒക്കെ നമ്മുടെ പ്ലാനിൽ തന്നിട്ടുണ്ട്.
ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും മാത്രം നോക്കി പറഞ്ഞാൽ മതി. ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും നോക്കി പറഞ്ഞേ. ഹൈറ്റ് തിക്നെസ്സും, അതായത് ലെങ്തും ബ്രെഡ്ത്തും തിക്നെസ്സും ഓഫ് സ്ലാബ് നോക്കി പറഞ്ഞേ. RCC സ്ലാബ്, റൂഫ് സ്ലാബിന്റെ ക്വാണ്ടിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. കേൾക്കാൻ പറ്റുന്നില്ലേ? റൂഫ് സ്ലാബിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. റൂഫ് സ്ലാബിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും അതാ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ, പ്ലീസ് റെസ്പോണ്ട് പ്ലീസ്. റൂഫ് സ്ലാബിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ. റൂഫ് സ്ലാബ് അപ്പൊ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ പോർഷന്റെ ഏരിയ ഫസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലെങ്തും ബ്രെഡ്ത്തും. കാൽക്കുലേറ്റ് ചെയ്തിരുന്നു എത്രയായിരുന്നു ഈ ലോങ്ങസ്റ്റ് ലെങ്ത്? കാൽക്കുലേറ്റ് ചെയ്താണല്ലോ 9.4 meters. ഇനി ഇതാണ്ട് ഈ ഷോർട്ടർ വാൾ, ഈ ടോട്ടൽ ലെങ്ത് അതാണ് നമുക്ക് ആ റൂഫിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത്. അത് എത്ര വരും? റൂഫിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് വരുന്നത്, അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു വാൾ തിക്നെസ് 30 centimeter, അതായത് 0.3. പിന്നെ എന്താണ്ട് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 meters. 0.3 + 3. വീണ്ടും എന്താണ്, വീണ്ടും നമുക്ക് വോൾ വന്നു 0.3. ഇനി അടുത്ത എന്താണ്, വരാന്ത വിഡ്ത്ത് 1.5 meters. വരാന്തയുടെ വിഡ്ത്ത് 1.5.
ഇനി എന്താണ് വെരാന്ത വോൾ ഉണ്ട്. വെരാന്ത വോൾ 20 സെന്റിമീറ്റേഴ്സ് 0.2. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും എന്ന് പറഞ്ഞേ. ഇതാണ് റൂഫിന്റെ ബ്രെഡ്ത്ത്, റൂഫ് സ്ലാബിന്റെ ബ്രെഡ്ത്ത്. .3 meters. 5.3. നിങ്ങൾ ആ സെക്ഷണൽ വ്യൂ നോക്കിയിട്ട് റൂഫിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് എത്ര വരും എന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ തിക്നെസ്, റൂഫ് സ്ലാബിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ റൂഫ് സ്ലാബിന്റെ തിക്നെസ് എത്ര വരും? കാണുന്നില്ലേ? എത്രയാണ്? 10 സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 0.1 meters. 0.1. ഓക്കെ, അപ്പൊ നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് എക്സ്ക്ലൂഡിംഗ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് ഷട്ടറിംഗ് ഫോർ റൂഫ് ആൻഡ് ലിൻഡൽ. അപ്പോൾ റൂഫ് സ്ലാബിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എഴുതി 9.4 meters ആണ് ലെങ്ത്, 5.3 meters ഹൈറ്റ്, 5.3 meters ബ്രെഡ്ത്ത്, ഹൈറ്റ് 0.1 meters. ഇനി ലിൻഡലിന്റെ ക്വാണ്ടിറ്റി 30 സെന്റിമീറ്റർ ലിൻഡലിന്റെ ക്വാണ്ടിറ്റി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇതാണ്ടേ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ 27.8, 0.3, 0.15, that is equal to 1.25. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വെരാന്ത വോളിന്റെ ലിൻഡൽ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ രണ്ട് ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലായോ? റൂഫ് സ്ലാബിന്റെ ക്വാണ്ടിറ്റി ഹൈറ്റ്, ലിൻഡൽ നമ്മൾ നേരത്തെ ഇവിടെയും എഴുതണം. നമുക്ക് അടുത്തത് വെരാന്തയുടെ ലിൻഡലിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. വെരാന്തയുടെ ലിൻഡൽ വോളിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വെരാന്തയുടെ ലിൻഡലിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്താണ് ഓൾറൗണ്ട് ലിൻഡൽ ആണ്. ആ ഒരു വെരാന്ത ഫുൾ ആയിട്ട് നമ്മൾ ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പ്രോബ്ലം ചെയ്യുന്നത്. ഓൾറൗണ്ട് ലിൻഡൽ ആണ് വെരാന്തയിലും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലാതെ ഓപ്പണിങ്സിന്റെ പോർഷൻ മാത്രമായിട്ട് മുറിച്ച് കൊടുക്കുവല്ല. അപ്പോൾ ഓൾറൗണ്ട് ലിൻഡൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ എടുക്കേണ്ടത്? ലെങ്ത് ഓഫ് ലിൻഡൽ കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ലിൻഡൽ എന്ന് പറയുമ്പോൾ ആദ്യം സെന്റർ ലൈൻ ലെങ്ത് എത്രയാണെന്ന് വെച്ച് എഴുതുക. സെന്റർ ലൈൻ ലെങ്ത് ഈസ് ഈക്വൽ ടു 12. എത്രയായിരുന്നു? 12.7 മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻസ് 2 ആണ്. 2 ഇൻറ്റു നമ്മൾ എടുക്കേണ്ട ബ്രെഡ്ത്ത് എത്രയാണ് എടുക്കേണ്ടത്? ലെങ്ത് ഓഫ് ലിൻഡൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഡക്ഷൻ എടുക്കേണ്ടത് 0.3 divided by 2. 0.3 divided by 2 is equal to 12.4 meters. 12.4 meters. അപ്പോൾ ലെങ്ത് കിട്ടി. ഇനി തിക്നെസ് ഓഫ് ലിൻഡൽ എത്രയാണ്? നമുക്ക് ദാണ്ടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 15 സെന്റിമീറ്റർ ആണ് ലിൻഡലിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ്. ഇനി ബ്രെഡ്ത്ത് എടുക്കേണ്ടത് എന്താണ്? ആ വോളിന്റെ ബ്രെഡ്ത്ത്. ഇവിടെ നമുക്കറിയാം വെരാന്ത വോളിന്റെ ബ്രെഡ്ത്ത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? വെരാന്ത വോളിന്റെ ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റേഴ്സ്, ഹൈറ്റ് 15 സെന്റിമീറ്റേഴ്സ്. ബ്രെഡ്ത്ത് 20, ഹൈറ്റ് 0.15, ലെങ്ത് 12.4 meters. എന്നിട്ട് എന്ത് ചെയ്യാണ്? 12.4 into 0.37 meter cube. 0.37 meter cubes. നമ്മൾ ഈ വാല്യൂസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്ത് 4.98 plus 1.25 plus 0.37 is equal to 6.61 cubic meters. 6.61 cubic meters. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായിട്ടുണ്ടോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ ഒരു പ്രോബ്ലത്തിലും ചെയ്തിട്ടില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, വുഡ് വർക്ക് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിം. വുഡ് വർക്ക് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിംസ്. ഇനി വുഡ് വർക്ക് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഏരിയയിലാണോ വോളിയത്തിലാണോ? വുഡ് വർക്ക് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിംസ് അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ഏരിയയിലാണോ വോളിയത്തിലാണോ? വിൻഡോ ഫ്രെയിം നിങ്ങൾ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. വുഡ് വർക്ക് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിം. വിൻഡോ ഫ്രെയിംസിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയത്തിലാണ്. വുഡ് വർക്ക് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിംസ് നമ്മൾ കട്ടളയില്ലയോ, കട്ടളയുടെയൊക്കെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയത്തിലാണ്. ഷട്ടേഴ്സിനാണ് വുഡ് വർക്ക് ഫോർ ഡോർ ആൻഡ് വിൻഡോ ഷട്ടേഴ്സ് ആണ് നമ്മൾ ക്വാണ്ടിറ്റി ഏരിയയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ ഡോറിന്റെ അടപ്പ് ആ ഓപ്പൺ ചെയ്യുന്ന പോർഷൻ ഷട്ടേഴ്സിന് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലും ഫ്രെയിമിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ വോളിയത്തിലുമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മാറിപ്പോകരുത്, അത് എക്സാമിന് തെറ്റി പോകുന്ന സാധനമാണ്. അപ്പോൾ ഡോർ ആൻഡ് വിൻഡോ ഫ്രെയിം ആണെങ്കിൽ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്താണ്? വോളിയത്തിലാണ്. ഷട്ടേഴ്സ് ആണെങ്കിൽ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ഏരിയയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ ഡോറിന്റെയും വിൻഡോയുടെയും ഷട്ടേഴ്സ് അല്ലെങ്കിൽ ഫ്രെയിംസിന്റെ ഡോറിന്റെയും വിൻഡോയുടെയും ഫ്രെയിംസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. പക്ഷെ ആ ഫ്രെയിമിന്റെ ഡയമെൻഷൻസ് ഒന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പിന്നെ ഇവിടെ പറയുന്നതുണ്ട് അസ്യൂം എനി മിസ്സിംഗ് ഡേറ്റ സ്റ്റേറ്റ് അസംഷൻ ക്ലിയർലി. നമുക്ക് തരാത്ത ഡേറ്റാസ് അസ്യൂം ചെയ്യാമെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നമുക്ക് ഫ്രെയിമിന്റെ എന്താണ് തിക്നെസ്സും ബ്രെഡ്ത്തും ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതായത് ഡോറിന്റെ ഫ്രെയിമിന്റെയും വിൻഡോയുടെ ഫ്രെയിമിന്റെയും ഒന്നും ബ്രെഡ്ത്തും തിക്നെസ്സും ഒന്നും ക്വസ്റ്റ്യനില്ല. എത്ര എടുക്കണം ബ്രെഡ്ത്തും ഡെപ്തും ഒക്കെ, ബ്രെഡ്ത്തും തിക്നെസ്സും ഒക്കെ എത്ര എടുക്കണം? ഇതാണ് ഒരു ഡോറിന്റെ ഫ്രെയിം. നമുക്ക് ഹൈറ്റ് നമുക്ക് ഇതിനകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. ഹൈറ്റ് എത്ര എടുക്കാം? 2.1 meters ആണ് ഹൈറ്റ്. ഡോറിന്റെ ഹൈറ്റ് നമുക്ക് ഇതാണ്ട് ഡോറിന്റെ ഡയമെൻഷൻ തന്നിരിക്കുന്നതിനകത്ത് നിന്ന് തന്നെ 2.1 meter ഹൈറ്റ് എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. പക്ഷേ ബ്രെഡ്ത്തും ഡെപ്തും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ആ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡോറിന്റെ ഹൈറ്റ് നമുക്ക് 2.1 meters, 210 centimeter 2.1 meters എന്ന് എടുക്കാം. പക്ഷെ ബ്രെഡ്ത്തും ഡെപ്തും നമ്മൾ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അത് എന്ത് ചെയ്യണം? അത് അസ്യൂം ചെയ്യണം. എത്രയൊക്കെ അസ്യൂം ചെയ്യണമെന്ന് അറിയാമോ? ബ്രെഡ്ത്തും തിക്നെസ്സും എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആരും ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ അസംഷൻ ക്വസ്റ്റിനെ തന്നിട്ടില്ലെങ്കിൽ ഡോറിന്റെയും വിൻഡോ ഫ്രെയിമിന്റെയും അസംഷൻ എടുക്കേണ്ടത് ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 10 centimeter. ഡോറിന്റെയും വിൻഡോ ഫ്രെയിമിനും സെയിം തന്നെ എടുത്താൽ മതി. ബ്രെഡ്ത്ത് ഓഫ് ഡോർ ഫ്രെയിം ടേക്കൺ ആസ് 10 centimeter. ഈ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ്, തിക്നെസ് നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞാണ് എഴുതുന്നത്. is taken as 8 centimeters. ഈ ഒരു അസംഷൻ കൊടുക്കുക. ക്വസ്റ്റ്യനകത്ത് ഡോറിന്റെയും വിൻഡോയുടെയും ഫ്രെയിമിന്റെ ബ്രെഡ്ത്തും തിക്നെസ്സും തന്നിട്ടില്ലെങ്കിൽ ഈ വാല്യൂ കൊടുക്കുക. ഈ ഡോറിന്റെ ഹൈറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 210 centimeters എന്നാണ്, 210 centimeters. അത് ഡോറിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഡോറിന്റെ ലെങ്ത് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ഡോർ ഫ്രെയിം അസ്യൂം ആസ് 10 centimeter, തിക്നെസ് ഓഫ് ഡോർ ഫ്രെയിം അസ്യൂം ആസ് 8 centimeter, ഡോറിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് എന്ത് ചെയ്യുക? 210 centimeters ആയിട്ട് എടുക്കുക. ഇനി ഇതാണ്ട് ഈ ഒരു ഡോർ ഫ്രെയിം, ഞാനൊരു ഡോർ ഫ്രെയിമാണ് വരച്ചിരിക്കുന്നത്. ഈ ഡോർ ഫ്രെയിമിന് എത്ര പാർട്സ് ഉണ്ട്? 3 പാർട്സ് ഉണ്ട്. അതിനകത്ത് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ്, ഒരു ഹൊറിസോണ്ടൽ ഉണ്ട്. ആണോ? 2 വെർട്ടിക്കൽ മെമ്പർ ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ മെമ്പറിന്റെ
ലെങ്ത് ആണ് എന്ത് എടുക്കുന്നത് 210. വെർട്ടിക്കൽ മെമ്പറിന്റെ ലെങ്ത് 210. ഈ ഹൊറിസോണ്ടൽ മെമ്പറിന്റെ ലെങ്ത് എത്രയാണ്? 120 ആണ്. ഹൊറിസോണ്ടൽ മെമ്പറിന്റെ ലെങ്ത് 120. അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു? നമുക്ക് ഇവിടെ തന്നിരിപ്പുണ്ടായിരുന്നു ഡോറിന്റെ ഡയമെൻഷൻ സൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 120/210 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഡോർ ഫ്രെയിമിൽ ഹൊറിസോണ്ടൽ മെമ്പറിന്റെ ലെങ്ത് 120 ആയിട്ട് എടുത്തു. നമുക്ക് എന്താണ് ഡോർ ഫ്രെയിമിൽ 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 210, 210 മെമ്പേഴ്സ്. ഇനി നമ്മളത് സോൾവ് ചെയ്യാൻ നേരത്ത് അതേ കണക്ക് തന്നെയാണ് എഴുതുന്നത്. ഡോർ ഡി വി, അതായത് ആ വെർട്ടിക്കൽ മെമ്പർ കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഡോർ ഡി വി എന്ന് വെച്ചാൽ നമുക്ക് 3 നമ്പർ ഓഫ് ഡോർസ് ഉണ്ട്. അതുകൊണ്ടാണ് 6 വെർട്ടിക്കൽ മെമ്പേഴ്സിന് കൊടുക്കാൻ കാര്യം. പറഞ്ഞ ക്ലിയർ ആണോ? ഫസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നത് ഡോർ വെർട്ടിക്കൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ വെർട്ടിക്കലിന് നമ്പേഴ്സ് 6 നമ്പേഴ്സ് എന്ന് കൊടുത്തു. എന്തുകൊണ്ടാണ് 6 നമ്പേഴ്സിന് കൊടുക്കാൻ കാര്യം? നമുക്കറിയാം ഈ വെർട്ടിക്കൽ മെമ്പർ എത്ര? ഒരു ഡോറിന് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്. ഒരു ഡോറിന് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ്. അങ്ങനെ എത്ര നമ്പർ ഓഫ് ഡോർസ് ഉണ്ട്? നമുക്ക് ഇതൊരു ഡോറ്, ഇത് രണ്ടാമത്തെ ഡോറ്, മൂന്നാമത്തെ ഡോറ്. 3 നമ്പർ ഓഫ് ഡോർസ് ഉണ്ട്. അപ്പോൾ 3 നമ്പർ ഓഫ് ഡോർസ് ഉള്ളത് ടോട്ടൽ നമ്പർ ഓഫ് വെർട്ടിക്കൽ മെമ്പേഴ്സ് എത്രയാണ്? 6 ആണ്. ഞാൻ നമ്പേഴ്സിൽ 6 എന്ന് കൊടുക്കാൻ കാര്യം. 6 നമ്പേഴ്സ്. ഇനി അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ മെമ്പറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ എത്രയായിരുന്നു? 210 ആയിരുന്നു വെർട്ടിക്കൽ മെമ്പറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ലെങ്തിനകത്ത് 210 കൊടുത്തു. ബ്രെഡ്ത്തും തിക്നെസ്സും നമ്മൾ എന്താണ്? അസംഷൻ ആണ്. 10 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും. ആ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 6 into 2.1 into 0.1 into 0.08 is equal to 0.10 meter cube. പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? സിക്സ് വന്ന് എങ്ങനെയാന്ന് വെച്ചാലോ, ഇതാണ് ഒരു ഡോർ. നമ്മൾ വരയ്ക്കാം. ഇതൊരു ഡോർ ഫ്രെയിം. നമുക്ക് എത്ര ഡോർ ഫ്രെയിം ഉണ്ട്? 3 നമ്പർ ഓഫ് ഡോർസ് ഉണ്ട്. അപ്പൊ 3 ഡോറിന്റെ ഫ്രെയിം ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഒരു ഡോറിന് എന്താണ്? നമുക്ക് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്. ഒരു ഡോറിന് 2 വെർട്ടിക്കൽ മെമ്പേഴ്സ്. അപ്പോ ഇതൊരു വെർട്ടിക്കൽ മെമ്പർ, ഇത് രണ്ടാമത്തെ വെർട്ടിക്കൽ മെമ്പർ, ഇത് മൂന്നാമത്തെ വെർട്ടിക്കൽ മെമ്പർ, നാലാമത്തെ വെർട്ടിക്കൽ മെമ്പർ, അഞ്ചാമത്തെ വെർട്ടിക്കൽ മെമ്പർ, ആറാമത്തെ വെർട്ടിക്കൽ മെമ്പർ. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനകത്ത് 3 ഡോർ ഉള്ളത് കൊണ്ട് എന്താണ്? 6 വെർട്ടിക്കൽ മെമ്പേഴ്സ്. ഇനി ഇതെന്താണ്? ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 210 ആണ്. നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ലെങ്ത് ആയിട്ട് എടുത്തു 210. ബ്രെഡ്ത്തും ഡെപ്തും അസ്യൂം ചെയ്തു. ഇനി അടുത്ത ഡോർ ഹൊറിസോണ്ടൽ DH എന്ന് കൊടുത്തിട്ടുണ്ട്. DH ആകുമ്പോൾ എത്ര മെമ്പേഴ്സ് ഉണ്ട്? നമ്പേഴ്സിനകത്ത് 3 നമ്പേഴ്സ് എടുക്കണം. One second. ഇനി അടുത്തുണ്ട് DH 3 നമ്പേഴ്സ് നമ്മൾ എടുത്തു. എന്ന് വെച്ചാൽ എന്താണ്? ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് 3 എണ്ണേ ഉള്ളൂ. ഇതൊരു ഹൊറിസോണ്ടൽ മെമ്പർ, ഇത് രണ്ടാമത്തെ ഹൊറിസോണ്ടൽ മെമ്പർ, ഇത് മൂന്നാമത്തെ ഹൊറിസോണ്ടൽ മെമ്പർ. അതിന്റെ നീളം എത്രയാണ്? 120 ആണ്. 120 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 120. ഇനി ബ്രെഡ്ത്തും ഡെപ്തും നമ്മൾ 6 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ, ഹൈറ്റ് 8 സെന്റിമീറ്റേഴ്സ്. അത് അസ്യൂം ചെയ്തു. ആണ് 1.2 into 0.1 into 0.08. 3 into 1.2 into 0.1 into 0.08 is equal to 0.03 meter cube. 0.03 meter cubes. ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണോ? രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണോ? ഡോർ വെർട്ടിക്കലും DBയും DHും എടുത്തത് എല്ലാവർക്കും ഇനി നമ്മൾ അടുത്തത് വിൻഡോ ഫ്രെയിം നോക്കാൻ പോവാണ്. വിൻഡോ ഫ്രെയിം
സോ നിങ്ങൾ ഒരു റൂമിനകത്തായിരിക്കുമല്ലോ ഇരിക്കുന്നത്. വിൻഡോ ഫ്രെയിം നോക്കിയിട്ട് വിൻഡോയിൽ നമുക്ക് എത്ര ഹൊറിസോണ്ടൽ മെമ്പർ ഉണ്ടെന്ന് നോക്കി പറഞ്ഞേ. വിൻഡോ ഫ്രെയിം ഇതിനൊക്കെ രണ്ട് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഉണ്ടാവും. ടോപ്പിലും ബോട്ടത്തിലുമായിട്ട് നമുക്ക് രണ്ട്. ഇനി വെർട്ടിക്കൽ മെമ്പർ വരും. നമുക്കിത് ഇതുണ്ടോ, നമുക്ക് ഈ തന്നിരിക്കുന്ന പ്ലാനിൽ കണ്ടോ 3 വെർട്ടിക്കൽ മെമ്പർ ഉള്ളതായിട്ട് നമുക്ക് ഈ പ്ലാനിൽ തന്നിട്ടുണ്ട്. 3 വെർട്ടിക്കൽ മെമ്പർ ഉള്ളതായിട്ട് ഈ പ്ലാനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 3 വെർട്ടിക്കൽ മെമ്പേഴ്സ് നമ്മുടെ ഫ്രെയിമിൽ 3 വെർട്ടിക്കൽ മെമ്പേഴ്സ്. 2 പാളി ജനലാണ്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡോറിന്റെ വിൻഡോയുടെ ഫ്രെയിം ഇരിക്കുന്നത്. അപ്പോൾ മുകളിലും താഴെയും 2 ഹൊറിസോണ്ടൽ വുഡൻ പീസ് ഉണ്ടാവും. വെർട്ടിക്കൽ ആയിട്ട് 3 വുഡൻ പീസസ് ഉണ്ടാവും. ഇനി നമുക്ക് എത്ര വിൻഡോ ഉണ്ടെന്ന് നോക്കിക്കേ. എത്ര നമ്പർ ഓഫ് വിൻഡോ ഉണ്ട്? 1 2 വിൻഡോസ്. എത്ര വരും ടോട്ടൽ? നമുക്ക് ഒരു ഫ്രെയിമിൽ എന്താണ് 2 ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് അല്ലേ ഉള്ളത്? ഒരു ഫ്രെയിമിൽ എത്ര ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണുള്ളത്? ഒരു ടോട്ടൽ എത്ര നമ്പർ ഓഫ് വിൻഡോസ് ഉണ്ട്? 6 നമ്പർ ഓഫ് വിൻഡോസ് ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് വേണം? 12 ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് വേണം. ഇനി ഒരു ഡോറിൽ നമുക്ക് എത്ര നമ്പർ ഓഫ് വെർട്ടിക്കൽ മെമ്പേഴ്സ് വേണം? നമുക്ക് ഒരു വിൻഡോയിൽ 3 വെർട്ടിക്കൽ മെമ്പേഴ്സ് ഉണ്ട്. ടോട്ടൽ എത്ര നമ്പർ ഓഫ് വിൻഡോ ഉണ്ട്? 6 വിൻഡോസ് ഉണ്ട്. അപ്പൊ എന്താണ് 6 3s are 18. അപ്പോൾ 18 വെർട്ടിക്കൽ മെമ്പേഴ്സും 12 ഹൊറിസോണ്ടൽ മെമ്പേഴ്സും. ഇതാണ് നമ്മൾ 18 WVയും WH 12ഉം എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? 18ഉം 12ഉം എടുത്തത് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ 18ഉം 12ഉം. ഇനി നമുക്ക് ആ ലെങ്ത് എടുക്കാനായിട്ട് ക്വസ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസ്. വിൻഡോയുടെ സൈസ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 150 by 150. 150 by 150 സെന്റിമീറ്റർ ആണ് വിൻഡോയുടെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. വിൻഡോയുടെ ഡയമെൻഷൻ മെമ്പറിനും വെർട്ടിക്കൽ മെമ്പറുടെയും ലെങ്ത് എന്താണ്? 150 സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ 1.5 മീറ്റേഴ്സ് എടുത്താൽ മതി. നമുക്ക് W2 വിൻഡോയുടെ ഡയമെൻഷൻ എന്താണ്? 150 സെന്റിമീറ്റേഴ്സ് ബൈ 150 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ വിൻഡോയുടെ മെമ്പേഴ്സിന്റെ ലെങ്ത്, ഹൊറിസോണൽ മെമ്പറിന്റെ ലെങ്തും വെർട്ടിക്കൽ മെമ്പറിന്റെ ലെങ്തും എന്താണ്? 150. ഈ മെമ്പറിന്റെ ലെങ്ത് എത്രയാണ്? 150 സെന്റിമീറ്റർ, അതായത് 1.5 മീറ്റേഴ്സ്. അങ്ങനെ വെർട്ടിക്കൽ മെമ്പറിന്റെ ലെങ്തും 1.5 മീറ്റേഴ്സ്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് നമുക്ക് ആ വിൻഡോ ഇരിക്കുന്നത്. വിൻഡോ ഓപ്പൺ രണ്ടിടത്തും നമുക്ക് ഈ ബ്രെഡ്ത്തും ഹൈറ്റും എന്താണ്? അസംഷൻ ആണ്. ബ്രെഡ്ത്ത് is taken as 10 centimeter and height is taken as 8 centimeters. എന്താണ്? മൾട്ടിപ്ലൈ ചെയ്തു 18 into 1.5 into 0.1 into 0.08. അപ്പം എന്ത് കിട്ടി? 0.22 എന്ന് കിട്ടി. വിൻഡോസോണിലാകുമ്പോൾ 12 into 1.5 into 0.1 into 0.08 ചെയ്തപ്പോൾ 0.14. ഇതെല്ലാം കൂടി തമ്മിൽ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയത് 0.49 m³ വുഡ് ആണ് നമുക്ക് വേണ്ടത് ഇത്രയും ഫ്രെയിംസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. 0.49 m³ ഓഫ് വുഡ് ഈസ് റിക്വയർഡ് ഫോർ കൺസ്ട്രക്ടിങ് ദ ഫ്രെയിംസ്. പറഞ്ഞത് മനസ്സിലായോ?
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ചെയ്തിരുന്നു, പക്ഷെ അവിടെ നമുക്ക് വരാന്ത ഉണ്ടായില്ല. ഇതിനകത്ത് വരാന്തയും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമുക്ക് വുഡ് വർക്കിന്റെ ക്വാണ്ടിറ്റിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് തരാത്ത വാല്യൂസ് ആണെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാം. അസ്യൂം ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാവണം. നിങ്ങളുടെ വീടിന്റെ ഡോറിന്റെ ഫ്രെയിമിന്റെ തിക്നെസ് ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് നോക്കി, ഏകദേശം ഈ റേഞ്ചിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതൊന്ന് മെഷർ ചെയ്ത് വെച്ചിരിക്കുക. അറിയാത്ത എന്തെങ്കിലും വാല്യൂസ് വന്നാൽ നമുക്ക് ആ നോക്കി അങ്ങ് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?